നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖ കൊളുത്തിവിട്ട ആ അഗ്നി CPM-നെ വല്ലാതെ വേട്ടയാടുകയാണ്. അതായത് നന്മമരമാണ്, വികസന നായകനാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പൊക്കിയിരുന്ന പ്രശാന്തിന്റെ മുഖം മൂടി മൊത്തം അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പരിശോധിച്ച ഫയലുകളിൽ ഒന്ന് എന്ന് പറയുന്നത് വാടക കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകളായിരുന്നു. ഈ പ്രശാന്ത് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അണ്ടറിലുള്ള ഓഫീസിൽ കയറിയിരുന്ന് അത് തന്റെ MLA ഓഫീസാക്കി അവിടെ വാടക ചീട്ടെഴുതി CPM ഭരിക്കുന്ന കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പ്രശാന്തിന് ചെയ്തു കൊടുത്തു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം, ഒരു സ്ഥലത്ത് ഒരു വാടക കെട്ടിടത്തിന് നമ്മൾ മിനിമം നമ്മൾ 10 രൂപ കൊടുക്കണം. ഒരു തിരുവനന്തപുരം പോലെ, കൊച്ചി പോലെ, കോഴിക്കോട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു കെട്ടിടത്തിന് 15-20 രൂപയാണ് മിനിമം കൊടുക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത്, തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്ത്, ഒരു പ്രധാനപ്പെട്ട സെന്ററിൽ, സിറ്റിയിൽ 857 രൂപ വാടക ചീട്ട് എഴുതിയിട്ടാണ് പ്രശാന്ത് അവിടെ MLA ഓഫീസ് എന്ന നിലയിൽ അവിടെ തുടരുന്നത്. പക്ഷെ അവിടെയാണ് ചില കാര്യങ്ങൾ വന്നത്. അത് കൃത്യമായി ഈ പറയുന്നത് പോലെ ശ്രീലേഖ അവിടെ ഇടപെടുകയും ശ്രീലേഖ മര്യാദയുടെ ഭാഷയിൽ പ്രശാന്തിനോട് പറഞ്ഞപ്പോൾ പ്രശാന്ത് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ അങ്ങ് ഒഴിപ്പിക്കൂ എന്ന് പറയുകയും അത് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുകയും CPM-ന്റെ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇതൊരു രാഷ്ട്രീയപരമായി ഉപയോഗിക്കാം എന്ന് കരുതി എടുത്തിട്ട് BJP-ക്കെതിരെ അടിക്കാമെന്ന് കരുതിയ ഒരു കാര്യമായിരുന്നു. പക്ഷെ നേരെ മറിഞ്ഞ് CPM-ന് തന്നെ വലിയ പണിയായിരിക്കുകയാണ് ഇപ്പോൾ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള കെടുകാര്യസ്ഥതകൾ, അഴിമതിയുടെ വലിയ കൂടാരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രയും കാലം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവിടെ പ്രശാന്ത് 857 രൂപയ്ക്ക് കോർപ്പറേഷൻ കെട്ടിടം എന്ന് പറയുന്നത് അത് കൗൺസിലർമാർക്കും കോർപ്പറേഷൻ പരിധിയിലുള്ള ആളുകൾക്കും ഒക്കെ ഉപയോഗിക്കാനുള്ള അവിടുത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കെട്ടിടമാണ്. അവിടെ 857 രൂപയ്ക്ക് ഒരു നാണവും ഇല്ലാതെ അവിടെ MLA ഓഫീസ് തുടങ്ങി വെച്ചിരിക്കുന്ന ആരാണ്? അതിന്റെ പേരാണ് പ്രശാന്ത് എന്ന് പറയുന്നത്. എന്നിട്ട് വലിയ വാചകമടിക്കുകയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാനുള്ളത്. അതായത് ജനങ്ങളുടെ പണമല്ലേ? ഈ MLA ആയിരിക്കുന്ന ഒരാൾ നിയമസഭയിൽ നിന്ന് വാങ്ങുന്ന പണം എത്രയാണ്? ഇപ്പൊ കൃത്യമായി ഒരു പരാതി പോയിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകനാണ് പരാതി കൊടുത്തത്. അത് പരാതിയിൽ ഇങ്ങനെ പറയുന്നു, അതായത് 857 രൂപ വാടക ചീട്ട് എഴുതി പ്രശാന്ത് വാടക കൊടുക്കുന്ന കെട്ടിടത്തിന് അദ്ദേഹം നിയമസഭയിൽ നിന്ന് കൃത്യമായി വാങ്ങുന്നത് അതിനും എത്രയോ ഇരട്ടി തുകയാണ് അദ്ദേഹം ആ നിയമസഭയിൽ നിന്ന് വാടക ഇനത്തിൽ എഴുതിയെടുക്കുന്നത് എന്നുള്ളത്. അതായത് ജനങ്ങളുടെ പണം പറ്റിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി ജനങ്ങളുടെ പണത്തിൽ വലിയ പറ്റിപ്പ്, അഴിമതി നടത്തുകയാണ്. ഈ നിയമസഭയെ പറ്റിക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതിന് തുല്യമാണ്. സ്വന്തം പാർട്ടിയൊക്കെ ആയിക്കോട്ടെ. പക്ഷെ 857 രൂപ വാടക ചീട്ട് എഴുതി അതിൽ നിന്ന് എത്രയോ ഇരട്ടിയാകും, 20,000 രൂപയുടെ അടുത്താണ് അവിടെ വാടക ഇനത്തിൽ അനുവദിക്കുന്നത്. MLA ഓഫീസിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് അനുവദിക്കുന്നത് 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് 857 രൂപയ്ക്ക് വാടക കെട്ടിടം എടുത്ത് ഒരു നാണവും ഇല്ലാതെ മറ്റുള്ള ആളുകളുടെ അസൗകര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കണ്ടും കേട്ടും അതിനെ ഒന്നും ഒരു പരിഗണനയും കൊടുക്കാതെ തന്റെ കാര്യം മാത്രമാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഇങ്ങനെ ശ്രീലേഖയ്ക്കെതിരെ ഒരുമിച്ചിറങ്ങിയപ്പോ ഈ തിരുവനന്തപുരം കോർപ്പറേഷനും മേയർ രാജേഷും ഉൾപ്പെടെയുള്ള ആളുകൾ ചില തീരുമാനമെടുത്തു. അവർ കൃത്യമായി വാടക കെട്ടിടത്തെ കുറിച്ചും എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് വാടക കൊടുത്തത്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ആലോചിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തു. ഈ പറയുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സെക്രട്ടറിയോട് ഉടനെ തന്നെ വാടക കൊടുത്തതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും തന്റെ മേശപ്പുറത്തെത്തണമെന്ന് മേയറുടെ ആജ്ഞ അല്ലെങ്കിൽ മേയറുടെ ഉത്തരവ് പോയിരിക്കുന്നു. ഇവിടെ കുടുങ്ങാൻ പോകുന്നത് CPM-ആണ്. CPM പല ആളുകൾക്ക് വേണ്ടിയും പല കാര്യങ്ങളും വഴിവിട്ട് അവിടെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെ പല സ്വകാര്യ വ്യക്തികൾക്കും കുറഞ്ഞ വാടകയിൽ അവിടെ ഈ കോർപ്പറേഷന്റെ കെട്ടിടങ്ങളും കോർപ്പറേഷൻ പരിധിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് അഴിമതി നടന്നിരിക്കുന്നത്, ഇതിന് ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത്, ഏത് നേതാവാണ് അതിൽ ഇടപെട്ടത്, മുൻ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ ഇത്രയും കാലം അവിടെ ഭരിച്ചിട്ടുള്ള മേയർമാർ, CPM-ന്റെ ഭരണസമിതികൾ, ഇവരൊക്കെ നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും പുറത്തു വന്ന് CPM-ഉം അതുപോലെ ഈ പറയുന്ന പ്രശാന്തും ഒക്കെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പൊ പെട്ടിരിക്കുന്നത്. അതായത് വേലിയിൽ നിന്നിരുന്ന പാമ്പിനെ എടുത്ത് തലയിലിട്ടതുപോലെ അല്ലെങ്കിൽ കഴുത്തിലിട്ടതുപോലെ ആയി CPM എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ മേയറായി ചുമതലയേറ്റെടുത്തതിനു ശേഷം രാജേഷ് അവിടുത്തെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അഴിമതിയുടെ കുത്തരങ്ങ്
നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ശ്രീപത്മനാഭന്റെ മണ്ണിൽ ഇത്രയും കാലം അവിടെ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന CPM അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അഴിമതിയുടെ ഒരംശത്തിൽ ഒന്നുപോലും ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ശ്രീലേഖ മാഡം ഈ കാര്യത്തിൽ പ്രതികരിച്ചതുകൊണ്ട് കൃത്യമായി ഈ വാടക കെട്ടിടങ്ങളുടെ അഴിമതി നമുക്ക് പുറത്തു വരാൻ പറ്റി. പക്ഷേ ഈ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് BJP എന്നുള്ള കൃത്യമായ വിവരമാണ് നമുക്ക് മേയറുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ മറ്റ് BJP മെമ്പർമാരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ശബരിനാഥിനെ BJP ഒക്കെയുള്ള ശ്രമം നടത്തി. അതായത് ശബരിനാഥ് പറഞ്ഞു MLA ഹോസ്റ്റലിൽ കൃത്യമായ മുറികളുണ്ട്, അവിടെ നല്ല സംവിധാനമുള്ള മുറികളുണ്ട്, അതൊക്കെ മാറ്റിവെച്ച് ഇവിടെ ഈ പണത്തിന് എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്? തനിക്ക് താൻ MLA ആയിരുന്ന സമയത്ത് തന്റെ നാട്ടിൽ അരുവിക്കര മണ്ഡലത്തോട് ചേർന്നുകൊണ്ട് ഒരു ഓഫീസ് എടുത്തപ്പോൾ ഒരു നല്ല തുക തനിക്ക് ചെലവായിട്ടുണ്ട്. അവിടെയാണ് 857 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പണിക്ക് ആരിറങ്ങിയിരിക്കുന്നത്? ഈ പറയുന്ന പ്രശാന്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി ഈ ശബരിനാഥൻ പറയുന്നത്. ശബരിനാഥൻ മാത്രമല്ല, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തി. അപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് BJPയുടെ ഒരു മേയർ അല്ലെങ്കിൽ BJPയുടെ ഭരണസമിതി എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ അഴിമതിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, കള്ളത്തരത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അതിനനുകൂലമായി കൃത്യമായി ആരെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെ സംഖ്യയാക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ് CPM. നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളെ പോലും രാഷ്ട്രീയ ഭേദമന്യേ ഒരു സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം അത് അഴിമതിക്കെതിരെയാണെങ്കിൽ അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് അവിടെ ശബരിനാഥൻ ചെയ്തിട്ടുള്ളത്. ശബരിനാഥൻ വളരെ വ്യക്തമായി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് കൃത്യമായി അവിടെ കാര്യങ്ങൾ സംസാരിച്ച ആളാണ് ശബരിനാഥൻ എന്ന് പറയുന്നത്. അങ്ങനെ ശബരിനാഥൻ പറഞ്ഞ കാര്യത്തെ പോലും CPMന്റെ സൈബർ അടികളും ചേർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ഇതാ ഈ BJPയെ പിന്തുണച്ചിരിക്കുന്നു, BJP ഈ സംഖ്യയാണ് പിന്നെ ശബരിനാഥൻ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് ഈ CPMന്റെ സൈബർ സഖാക്കൾ നടത്തുന്നത്. 7 വർഷമായി തുടരുന്ന പ്രശാന്തിനെ ഇറക്കി വിടാമോ, ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെയാണ് സൈബർ സഖാക്കൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. 7 വർഷമായി ഒരു നാണവും ഇല്ലാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അവർ പടുത്തുയർത്തിയുള്ള ഒരു സ്ഥാപനത്തിൽ 857 രൂപ മാത്രം വാടക കൊടുത്ത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ കൂടുതൽ പണം വാങ്ങി കീശയിലിട്ട് നടക്കുന്ന നിങ്ങളുടെ പ്രശാന്തിനോട് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാൻ എന്തേ ധൈര്യമില്ലാത്തത് സൈബർ സഖാക്കളെ എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അഴിമതിയുടെ കുത്തരങ്ങാക്കിയും ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിക്കൊണ്ടുള്ള വികാരം ജനങ്ങളിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും 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 അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒട്ടേറെ അഴിമതി കഥകൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ശ്രീലേഖയെ തളയ്ക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ശ്രീലേഖ അവരെ പിടിച്ച് തളച്ചിരിക്കുന്നു, കൂട്ടത്തോടെ ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വലിയ പണി CPM ഇരന്നു വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്.